നമ്മളൊരു സൂപ്പർ എളുപ്പമുള്ള പപ്പടം കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പപ്പടം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാനിൽ എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 2 ഇതൾ കരിയേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് അതിനെ ഒന്ന് വഴറ്റാം. സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴറ്റി എടുക്കാം. അതിനുവേണ്ടി ശകലം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മൃദുവാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് വാടുന്നത് വരെ ഇളക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. സവാളയും തക്കാളിയും ഒന്ന് വാടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒന്ന് വാടി വരുന്നത് വരെ നമ്മളതിനെ ഇളക്കണം. അതിനുശേഷം നമ്മൾ അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരൽപ്പം മുളക് പൊടി ചേർക്കാം. ഇനി ശകലം മല്ലിപ്പൊടി ചേർക്കാം. ഇനി അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇത് ശകലം ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ ഒരു നല്ല കളറാവുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കാം. അതിനെ നല്ലതുപോലെ ഇളക്കി അതിനെ യോജിപ്പിക്കാം. ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു പപ്പടം കറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലതാണ്.
ടേസ്റ്റി പപ്പടം കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.